പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 27ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്തും ആ പ്രാർത്ഥനയുടെ മറുപടികൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കിയത്, സാമ്പത്തിക ബാധ്യതകൾ ഞെരങ്ങിയവർ, ഉപജീവന മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെ വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ദൈവം നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇനിയും അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കാം. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന സന്ദേശത്തിൽ പ്രവേശിക്കാം. 102-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഈ ലോക ജീവിതം ക്ഷണികമാണെങ്കിലും ദൈവം ഓരോരുത്തർക്കും നിയമിച്ചിരിക്കുന്ന കാലം വരെ ഈ ഭൂമിയിൽ ജീവിച്ചേ മതിയാകൂ. ലോകജീവിതം സുഖങ്ങളും സന്തോഷങ്ങളും കൊണ്ട് മാത്രം നിറഞ്ഞതല്ല. ക്ലേശങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും മനപ്രയാസങ്ങളും കഷ്ടതകളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകജീവിതം. നാം എത്ര തന്നെ ദുരിതമൊഴിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിച്ചാലും നനയാത്ത സമയത്ത് ദുഃഖത്തിനുള്ള കാരണങ്ങൾ നമ്മെ തേടിയെത്തും എന്നതിന് തർക്കമൊന്നുമില്ല. ഇസ്രായേലിന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് അവകാശമായി കൊടുത്തപ്പോൾ ആ ദേശം സമതലങ്ങളും താഴ്വരകളും മാത്രമുള്ള ദേശമായിരുന്നില്ലല്ലോ. മലകളും പർവ്വതങ്ങളും മരുഭൂമിയും കൂടെ ഉൾപ്പെട്ടതായിരുന്നല്ലോ കനാൻ നാട്. അതുപോലെ സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമാണ് ഈ ലോക ജീവിതം. മരുഭൂമിയിലെ വേഴാമ്പലിന് തുല്യമാണ് തൻ്റെ ജീവിത അനുഭവമെന്ന് ഒന്നാമതായി സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നു. വേഴാമ്പൽ ഒരു അശുദ്ധ പക്ഷിയായിട്ടാണ് ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധിയിൽ യാഗത്തിന് വിലക്ക് കൽപ്പിച്ച ഒരു പക്ഷിയാണ്. ഈ പക്ഷി മരുഭൂമിയിലെ ഒരു ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം കുടിക്കുകയില്ല. ആകാശത്തിൽ നിന്നും മഴ പെയ്യുമ്പോൾ തല ഉയർത്തി വായ് പിളർന്ന് മഴവെള്ളം മാത്രമേ അല്ലെങ്കിൽ മഞ്ഞ് മാത്രമേ അതിൻ്റെ ദാഹത്തിന് തീർക്കുകയുള്ളൂ. അങ്ങനെയുള്ള മറ്റു മൃഗങ്ങളെപ്പോലെ, മറ്റു പക്ഷികളെപ്പോലെ വെള്ളം വലിച്ചു കുടിക്കുവാനോ, ചുണ്ടുകൊണ്ട് നക്കിക്കുടിക്കുവാനോ, നാവ് കൊണ്ട് നക്കിക്കുടിക്കുവാനോ വലിച്ചു കുടിക്കുവാനോ ഒന്നും കഴിയാത്ത നിലകളിലാണ് ദൈവം ഈ വേഴാമ്പലിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. എങ്കിലും വേഴാമ്പലിന് ഒരു പ്രത്യാശയുണ്ട്. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് തൻ്റെ ദാഹത്തെ തീർക്കുവാൻ കഴിയും. അത് വേഴാമ്പൻ മരുഭൂമിയിലല്ല, ഏത് ദേശത്തിൽ, ഏത് ഭൂമിയുടെ ഏത് ഭാഗത്തിരുന്നു കൊണ്ട് നിലവിളിച്ചാലും തൻ്റെ ദാഹത്തെ തീർക്കുവാൻ കഴിയുന്ന തൻ്റെ സൃഷ്ടാവുണ്ടെന്നുള്ളൊരു പ്രത്യാശ വേഴാമ്പലിനുണ്ടായിരുന്നു. ആമേൻ. ഏതായാലും മഴയ്ക്കോ വെള്ളത്തിനോ യാതൊരു സാധ്യതകളും ഇല്ലാത്തതായ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പലിന് തുല്യമാണ് തൻ്റെ ജീവിത അനുഭവമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നത്. മറ്റു ജീവികളെ പോലെ വെള്ളം കുടിക്കുവാൻ കഴിയാത്ത ഭൂമിയുടെ മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന വേഴാമ്പലിന് ഒരു പ്രത്യാശയുണ്ട്. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ എൻ്റെ ദാഹത്തെ തീർക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വേഴാമ്പലിൻ്റെ ദാഹത്തെ തീർക്കുവാൻ സ്വർഗം മഞ്ഞും മഴയും അയക്കും. മേൽ പറയപ്പെട്ടതുപോലെ തന്നെ മൂങ്ങായും അശുദ്ധ പക്ഷികളുടെ ഗണത്തിൽ പെട്ടവയാണ്. മറ്റു പക്ഷികളിൽ നിന്നും ഇത് വളരെ വിചിത്രവും വ്യത്യസ്തവുമായ ഒരു പക്ഷിയായി. മൃഗത്തിൻ്റെ മുഖവും പക്ഷിയുടെ ഉടലുമുള്ള ഇവ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാതെ രാത്രി മാത്രം സഞ്ചരിക്കുന്നവയാണ്. മറ്റു പക്ഷികൾ ഇവയെ കൂട്ടത്തിൽ കൂട്ടുകയില്ല. അതുമാത്രമല്ല, ഇവയെ കണ്ടാൽ ഇവ കൂട്ടം കൂടി ആക്രമിക്കുകയും ചെയ്യും. ഇന്ന് പെന്തക്കോസ് ദൈവമക്കളെ കാണുമ്പോൾ കൂട്ടം കൂടി സുവിശേഷ വിരോധികൾ ആക്രമിക്കുന്നത് പോലെ രാത്രി ഇവയുടെ കണ്ണുകൾ തിളങ്ങുന്നതിനാലും
ഇത് പുറപ്പെടുവിക്കുന്ന ശബ്ദം അരോചകമായതിനാലും നായ്ക്കൽ പോലും കുരച്ചും കൊണ്ട് ബഹളം വയ്ക്കും. ചുരുക്കത്തിൽ രാവും പകലും സ്വസ്ഥതയും ഇല്ലാതെ നിന്ദയും അപമാനവും സഹിച്ച് തളർന്ന ഈ പക്ഷി ആരുടെയും ശല്യമില്ലാതെ വിജനമായ ഏകാന്തതയിൽ പോയിരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് തനിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് ഭക്തനിവിടെ ഓർക്കുന്നത്. പ്രിയ ദൈവത്തിലെ ഇന്ന് പ്രഭാതം വേഴാമ്പലിനെ പോലെ ഒരു അനുഭവത്തിലാണോ താൻ ജീവിക്കുന്നത്? ആരോരുമില്ലാത്ത ശൂന്യസ്ഥലത്തിരിക്കുന്ന മൂങ്ങയുടെ അനുഭവമാണോ? സാരമില്ല കുഞ്ഞെ, പ്രത്യാശ കൈവിടരുത്. ക്ഷീണിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് വേണ്ടി ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് വേണ്ടി ബലം വർദ്ധിപ്പിക്കുന്നു. അത് അനുഭവിച്ചറിഞ്ഞ പൗലോസ് പറയുന്നു, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു എന്ന് പറയും. ദാഹിച്ചിരിക്കുന്നവനെ താൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവനും താൻ തൃപ്തി വരുത്തും. മരണഭയം ഹേതുവായി ക്ഷീണിച്ച് ഉറങ്ങിയ ഏലിയാവിനെ തട്ടി ഉണർത്തി ദൈവം ആഹാരം നൽകി പോഷിപ്പിച്ചത് എത്രയോ നല്ല ഉദാഹരണമാണ്. വചനം കേട്ടുകൊണ്ട് 3 രാപ്പകൽ തൻ്റെ അടുക്കലായിരുന്ന 5000 പുരുഷാരത്തെ തൻ്റെ ക്ഷീണമറിഞ്ഞ കർത്താവ് അവരെ തൃപ്തിപ്പെടുത്തി. 5 അപ്പം കൊണ്ട് തങ്ങളെ പോഷിപ്പിച്ചത് മാത്രമല്ല, പിന്നെയും 12 കൊട്ട ശേഷിച്ചെടുക്കുവാനിടയായി. പ്രിയ ദൈവവേദിലേ, ഈ പ്രഭാതം ആത്മാവ് പറയുന്നു, ക്ഷീണിച്ച് തളർന്നു പോകാത്തവർക്കായി ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. വചനം പറയുന്നു, നന്മ ചെയ്യുകയും നമ്മൾ നന്മ ചെയ്യുവാൻ മടുത്തു പോകാതിരിക്കും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ആകയാൽ യഹൂദായെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഇന്ന് പ്രഭാതം യഹൂദായുടെ അനുഭവത്തിൽ സ്തോത്രം, മറ്റുള്ളവരെ കരുതുവാനുള്ള നല്ലൊരു മനസ്സ് ഇന്ന് പ്രഭാതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കൊയ്ത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ നാം യാതൊരു വിധത്തിലും ഹല്ലേലൂയ ആത്മീയമായും മാനസികമായും ക്ഷീണിക്കാതെ മുന്നോട്ട് പോയാൽ ഒരു വലിയ നിലയിൽ എത്താൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി ദൈവം സ്തോത്രം എന്ത് വില കൊടുത്താലും ദൈവത്തിന് എന്ത് വില കൊടുത്താലും വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ കുഞ്ഞെ, ഒരു കൊയ്ത്ത് ഈ 3-ാം മാസത്തിൽ തന്നെ ഒരു കൊയ്ത്ത് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആകയാൽ സ്തോത്രം, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ക്ഷീണിച്ചവനല്ല നമ്മോട് കൂടെയുള്ളവൻ, ജയിച്ചവനാണ് നമ്മോട് കൂടെയുള്ളവൻ. നമ്മെ ക്ഷീണിപ്പിക്കുന്നവനല്ല, നമ്മെ ശക്തീകരിക്കുന്നവനാണ് നമ്മോട് കൂടെയുള്ളത്. അതുകൊണ്ട് ഈ പ്രഭാതം ഒരു മരുഭൂമിയുടെ വേഴാമ്പലിൻ്റെ അനുഭവത്തിലാണെങ്കിലും സ്തോത്രം ശൂന്യസ്ഥലത്ത് മൂങ്ങയുടെ അനുഭവത്തിലാണ് നാം ആയിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, പതറിപ്പോകരുതേ. സ്തോത്രം, നമ്മെ ബലപ്പെടുത്തുവാൻ ബലവാനായ ഒരു ദൈവമുണ്ട്. ജയിച്ചവനുണ്ട്, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ക്രൂശിനെ ജയിച്ചവൻ നമുക്കുള്ളതിനാൽ പതറിപ്പോകണ്ട. പ്രത്യാശയോടുകൂടെ, മൂങ്ങയുടെ പ്രത്യാശ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു രാത്രി എനിക്ക് വേണ്ടി കരുതുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ എല്ലാ മൃഗങ്ങൾക്കും പർവ്വജാതികൾക്കും ഇഴജാതികൾക്കും പകൽ സഞ്ചരിക്കുവാൻ കണ്ണ് കാഴ്ച കൊടുത്തെങ്കിൽ എനിക്ക് രാത്രി സഞ്ചരിപ്പാൻ കാഴ്ച തന്ന ദൈവം മറ്റെല്ലാവർക്കും രാത്രി സഞ്ചരിപ്പാൻ കാഴ്ച രാത്രി മങ്ങിപ്പോകുമ്പോൾ മൂങ്ങയ്ക്ക് മാത്രം ഹല്ലേലൂയ രാത്രി ദൈവം കരുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എനിക്ക് വേണ്ടി ഒരു രാത്രിയെ കരുതുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന് മൂങ്ങ പ്രത്യാശ വെച്ചതുപോലെ മരുഭൂമിയിലെ വേഴാമ്പൽ മറ്റു പക്ഷികളെ പോലെ വെള്ളം വലിച്ചു കുടിക്കുവാൻ, നക്കി കുടിക്കുവാൻ എനിക്ക് കഴിയാതെ വണ്ണം എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് ഏത് മരുഭൂമിയുടെ അനുഭവങ്ങളിലായിരുന്നാലും എൻ്റെ ദാഹത്തെ തീർക്കുവാൻ ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയുള്ളതുപോലെ പ്രിയ ദൈവവേദിയിലെ ഇന്ന് പകൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ ഏത് ബലഹീനതയുടെ നിന്ദയുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഏകാന്തതയുടെയും അനുഭവങ്ങൾ നിന്നെ പൊന്നുപോലെ കരുതുവാൻ ഒരു ദൈവമുണ്ട്. പ്രത്യാശ വയ്ക്കാമോ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി
നന്ദിയോടെ സ്തോത്രം. മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ, ശൂന്യസ്ഥലത്തെ മുങ്ങയെ പോലെ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്ന ഈ പ്രഭാതം നിന്റെ ദാസിദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടെ പ്രാർത്ഥനയുടെ മറുപടികളെ കണ്ട് ദൈവത്തിന് സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും. മകച്ചമകെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.